കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെയും 16-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവ ദിവസം എമ്മാവോസിലുള്ള യേശുവിൻ്റെ രണ്ട് ശിഷ്യന്മാർ ഇവിടെ യെരുശലേമിൽ വന്നിരുന്നു. അപ്പോൾ യെരുശലേമിൽ അന്ന് നമുക്കറിയാം, അന്നൊരു പസ്ക ആരാധിക്കാൻ പല സ്ഥലങ്ങളിലിരുന്നും ആൾക്കാർ വരും. അതേപോലെ ആ ദിവസത്ത് അന്ന് രണ്ട് ശിഷ്യന്മാർ അവർ അവിടെ നടന്ന കാര്യങ്ങളെ പറഞ്ഞ് അവർ ശബത്തിൽ യാത്ര ചെയ്യത്തില്ല, ശബത്തിൽ അവിടെ തങ്ങി അടുത്ത ആഴ്ചവട്ടത്തിൻ്റെ 1-ാമത്തെ ദിവസം അവർ യെരുശലേമിൽ നിന്ന് എമ്മാവൂസിലോട്ട് പോവുകയാണ്. അപ്പോൾ അവർ പറയണം അവിടെ നടന്നതും കാര്യങ്ങളും തർക്കിച്ചും ഒക്കെ യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ താൻ വരുമെന്ന് ആ പറഞ്ഞ കാര്യങ്ങൾ തർക്കിച്ചുകൊണ്ട് ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റു എന്നൊക്കെ പറയുന്നു. ശരിയോ തെറ്റോ അവർക്കൊന്നും അറിയാൻ പാടില്ല. അവർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോയപ്പോൾ അവരോട് കൂടെ യേശുക്രിസ്തുവും കൂടെ നടന്നു എന്ന് കാണുന്നു. അപ്പോൾ കൂടെ നടന്നപ്പോൾ പക്ഷേ അവൻ യേശു ആണെന്ന് പറ്റാതിരിപ്പാൻ അവരുടെ കണ്ണുകൾ അടച്ചിരുന്നു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, അപ്പോൾ നാം ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ സംശയങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ വേദനകൾ നമ്മൾ പറയുകയും കരയുകയും ചെയ്തും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോഴും നമ്മെ അറിയാതെ നമ്മോട് അദൃശ്യനായിരിക്കുന്ന ഒരു യേശു ഉണ്ട് എന്നത് നാം മറന്നു കളയരുത്. നമ്മുടെ ജീവിത യാത്രയിൽ പ്രിയ ദൈവ പൈതലെ, നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ റൂമും പൂട്ടിയിട്ട് ഇരുന്ന് കരഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങൾ വ്യാകുലതയോടെ നടന്നു പോയാലും നിങ്ങൾക്ക് നടുവിൽ വന്ന് നിങ്ങളോട് കൂടെ ചേരുകയും നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം വരുത്തി തരുവാനും യേശുവിനെ കൊണ്ട് കഴിയുമെന്ന് വിശ്വസിക്കണം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആ യേശുവിൽ വിശ്വസിച്ച് നമ്മുടെ ഭാരങ്ങളെല്ലാം യേശുവിൻ്റെ മേൽ ചുമത്തിയാൽ അല്ലെങ്കിൽ അവൻ്റെ കരങ്ങളിൽ കൊടുത്താൽ മാത്രമേ നമുക്കതിൽ നിന്നൊരു വിടുതൽ കണ്ടെത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തോട് ചേർന്ന് നടപ്പാനും നമ്മോട് ചേർന്ന് നടക്കുന്ന യേശുവിനെ തിരിച്ചറിവാനും നാം പഠിക്കണം. ദൈവം തന്നെ ഓരോരുത്തർക്കും അതിൻ്റെ കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, ഈ ലോകയാത്രയിൽ കർത്താവെ, ഞങ്ങൾക്ക് വരുന്ന കഷ്ടങ്ങൾ പാടുകൾ മധ്യത്തിൽ നീ ഞങ്ങളോട് കൂടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കർത്താവെ ഇന്ന് തന്ന ഈ വചനത്തിനായി നന്ദി കർത്താവെ. അപ്പോൾ ആ ദിവസത്തിൽ കർത്താവെ കൂടെ ശിഷ്യന്മാരോട് കൂടെ നടന്നിട്ടും ശിഷ്യന്മാർക്ക് അങ്ങയെക്കുറിച്ച് അറിയാൻ സാധിച്ചില്ല. അതേപോലെ കർത്താവെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കർത്താവെ അങ്ങ് വന്നു എങ്കിലും ഞങ്ങൾക്ക് അറിയാൻ പറ്റാത്ത നിമിഷങ്ങളുണ്ട് കർത്താവെ. അതിനോട് ഞങ്ങളോട് ക്ഷമിക്കണം കർത്താവെ. ഞങ്ങളോട് ഇനിയും ഞങ്ങളുടെ ജീവാന്ത്യത്തോളം ഞങ്ങളോടും ഞങ്ങളുടെ തലമുറകളോടും കൂടെ ഇരുന്ന് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയും അപ്പൻ്റെ കരങ്ങൾ തരുന്ന അങ്ങ് കൂടെ ഉള്ളത് തിരിച്ചറിവാൻ കൃപ നൽകണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.